ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ. അപ്പൊ കാഫിറുകളായ ആളുകൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും റബ്ബല്ലാത്തവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ നിരർത്ഥകത അവരെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം പരലോക ബോധം അവരുടെ ജീവിതത്തിൽ കൃത്യമായി നിലനിർത്തുവാൻ ആവശ്യമായ ഉത്ബോധനങ്ങളൊക്കെ അല്ലാഹു തആല ഇതിലൂടെ കേൾപ്പിക്കുകയുണ്ടായി. എല്ലാം സൃഷ്ടിച്ചവന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനൊന്നും ഒരു പ്രയാസവുമില്ല. അതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചവനുണ്ടോ ആ സൃഷ്ടികളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വല്ല പ്രയാസവും എന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. എന്തൊക്കെയായാലും കാര്യങ്ങൾ എത്ര ബുദ്ധിപൂർവകമായി ഗ്രഹിച്ചാലും മർക്കടമുഷ്ടിയും സത്യനിഷേധവും അഹങ്കാരവുമുള്ള ആളുകൾ പരലോകത്തിൽ വിശ്വസിക്കുവാൻ കൂട്ടാക്കുകയില്ല. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ. അല്ലാഹു പറയാണ് ബൽ, എങ്കിലും. അത് മാത്രമല്ല ഇദ്ദാറക ഇൽമുഹും, അവരുടെ അറിവ് പൂർണ്ണമായിട്ടുണ്ട്, അവരുടെ അറിവ് തികഞ്ഞതാണ്. ഫിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ പരലോകം വരാനുണ്ട് എന്നുള്ളത് അവർക്ക് ഇതിനകം ബോധ്യമായ കാര്യമാണ്. വെറുതെ നിഷേധിക്കുകയാണ്. കാരണം ഏതൊരു ലളിത ബുദ്ധിക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അള്ളാഹു മരണാനന്തരമുള്ള ജീവിതത്തെ സ്ഥാപിച്ചെടുക്കുന്നത്. വലിയ അവഗാഹം നേടിയ സയന്റിസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ വലിയ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾക്കോ മാത്രം മനസ്സിലാകുന്ന പ്രതിപാദനങ്ങളല്ല വിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആൻ ഏത് വിഷയം സംസാരിക്കുമ്പോഴും അതിൽ വലിയ അവഗാഹം നേടി കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും. എന്നാൽ ആ ശൈലിയിൽ മാത്രമല്ല അള്ളാഹു കാര്യങ്ങൾ വിശദീകരിക്കുക. സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് തൊട്ട് വലിയ ഉന്നത നിലവാരം ബുദ്ധിയുടെ മേഖലയിലുള്ള ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാകും. ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ബുദ്ധിയുള്ളവർക്ക് വേണ്ടി മാത്രം എന്നല്ലല്ലോ, ഹുദല്ലിന്നാസ് എന്നാണ്. മനുഷ്യ സമൂഹത്തിന് വഴികാട്ടിയും മാർഗദർശനത്തിന്റെ ഗ്രന്ഥവുമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യരിൽ ബൗദ്ധികമായി നിലവാരം താഴ്ന്നവരും ഉയർന്നവരും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ഇസ്ലാം അവന്റെ തൗഹീദ് സ്ഥാപിച്ചിട്ടുള്ളത്. റബ്ബേകനാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അള്ളാഹു സ്ഥാപിക്കുന്നത്. പ്രവാചകന്മാരുടെ റിസാലത്തിനെ, ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ ഇതേപോലെ തന്നെയാണ് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ ഇസ്ലാമിൻ്റെ മൗലികമായ മറ്റൊരു തത്വമായ മരണാനന്തരമുള്ള ജീവിതം സത്യമാണ് എന്നുള്ളത് ഏത് ലളിത ബുദ്ധിക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അല്ലാഹു തആല പലപ്പോഴും പല ആയത്തുകളിലൂടെയും പറയാറുള്ളത്. ഇപ്പോൾ ഉദാഹരണമായി അല്ലാഹു തആല മരിച്ചതിൻ്റെ ശേഷം മനുഷ്യർ പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ ആയത്തുകളുണ്ട്. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വത്തറൽ അർള ഹമീദ ഫൈദാ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസ്സത് വറബത് വഅംബതത് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വത്തറൽ അർള ഹാമിദത്തൻ, നീ ഭൂമിയെ നീ കാണുന്നില്ലേ? ഭൂമി അതാ ഇങ്ങനെ ശാന്തമായി വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഭൂമി. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ ഭൂമിയിലേക്ക് മഴ ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അന്നേരമതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെടികൾ ഇങ്ങനെ പുറത്തേക്ക് മുളച്ചു വരുന്നു. ഇതിപ്പോ ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള വലിയ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അവന്റെ ബുദ്ധി ഉന്നതമായ പല ചിന്തകളിലേക്കും പോകും. അതിലൂടെ അവനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാകും. അതേ അവസരത്തിൽ ബുദ്ധിപരമായിട്ട് അത്ര വലിയ ശാസ്ത്രവും കാര്യമൊന്നും അറിയാത്തവനും ചിന്തിക്കും, നമ്മളെ തൊടിയുടെ അപ്പുറത്ത് ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ കൊട്ടം പറമ്പില് കട്ട കീറിക്കിടക്കുന്ന പാടത്ത് വേനൽക്കാലത്ത് ഒന്നുമില്ലാതെ നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ചിങ്ങനെ നടക്കുന്ന ആ ഒരു കാലം കഴിഞ്ഞ് മഴ ഇങ്ങോട്ട് പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിറയെ ചെടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും വേണ്ടല്ലോ. അപ്പൊ ഇതേപോലെ മനുഷ്യരെ നിങ്ങളെല്ലാം നശിച്ചൊടുങ്ങിയാലും നിങ്ങളെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് വീണ്ടും നിങ്ങളെ മഹ്ശറിലേക്ക് കൊണ്ടുവരും, പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതിനെ അല്ലാഹു നിരത്തുന്ന ഒരൊറ്റ ആയത്ത് തന്നെ ബുദ്ധിപരമായി നിലവാരം താഴ്ന്നയാൾക്കും വലിയ സയന്റിസ്റ്റിനും അതിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അല്ലാഹു പറയാറുള്ളത്. അത് വിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു അമാനുഷികതയാണ്. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയൂല. എല്ലാവർക്കും ഖുർആനിൽ നിന്ന്
ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച് ഓരോന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണ കാര്യമാവില്ല വേറൊരാൾ മനസ്സിലാക്കുക. അതിനുള്ള തെളിവുണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന്. ഇപ്പൊ ചില വലിയ ബുദ്ധിജീവികളായ മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് അവരോട് ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർ പറയുന്ന ചില ആയത്തുകളുണ്ട്. ഇന്ന വചനമാണ് വിശുദ്ധ ഖുർആനിലെ, ഇന്ന സൂക്തമാണ് എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. അതൊക്കെ 1000 തവണ നമ്മളൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നമുക്കങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്താണത്. ആരതിനെ പാരായണം ചെയ്യുന്നുവോ അവന്റെ നിലവാരത്തിനനുസരിച്ച് അവൻ അതിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും. അത് ഈ ഗ്രന്ഥത്തിന്റെ മാത്രം കഴിവാണ്. കാരണം ഇത് ദൈവീകമാണ്, മനുഷ്യകൃതിയല്ല. അതുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഏത് ബുദ്ധിജീവികളെയും പിടിച്ചു നിർത്തുന്ന, പിടിച്ചു കുലുക്കുന്ന ഒരാൾക്കും ഇതിനെ വിമർശിക്കാൻ കഴിയാത്ത നിലക്ക് വിമർശനങ്ങൾ കേവലം വിമർശനങ്ങൾ എന്ന നിലക്ക് പറയും. അതേക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം ബുദ്ധിപരമായി വിമർശിക്കുവാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിക്കാത്ത വിധത്തിൽ ഒരു വൈരുദ്ധ്യങ്ങൾ ദൃശ്യമല്ല. ഒന്ന് പറഞ്ഞത് നേരെ എതിര് കാണുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു നിലക്കുള്ള എതിർക്കാനുള്ള ഒരു സാഹചര്യങ്ങളും പ്രത്യേകമായി ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും പറയാനില്ല. അത് അള്ളാഹുവിൻ്റെ കലിമത്താണ്, റബ്ബിൻ്റെ കലാമാണ് എന്നുള്ളതാണ് കാരണം.